ഹായ് ഗെയ്സ്, അബിയൽ ഡയറീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വീഡിയോയിൽ ഒരു പുതിയ ഉപകരണത്തെക്കുറിച്ചാണ്. പുതിയ ഉപകരണമല്ല, എല്ലാവരും നമ്മൾ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അത്യന്താപേക്ഷിതമായ ഒരു ഉപകരണത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇന്ന് നമ്മുടെ ഡെയിലി ജീവിതത്തിൽ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇത് ഉപയോഗിക്കാതിരിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കത്തില്ല. അത്രയ്ക്ക് അത്യാവശ്യമായ ഒരു ഉപകരണമാണ്. എന്താണ് ഈ ഉപകരണം? ഇത് ഒരു SMPS എന്ന് പറയുന്ന ഒരു ഉപകരണമാണ്. SMPS അഥവാ സ്വിച്ച് മോഡ് പവർ സപ്ലൈ. ഈ സ്വിച്ച് മോഡ് പവർ സപ്ലൈ എന്ന പേരിൽ തന്നെ ഉണ്ട് അതിൻ്റെ പ്രവർത്തന തത്വം. കുറച്ച് സ്വിച്ച് മോഡ് എന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് ഈ സ്വിച്ച് മോഡ് പവർ സപ്ലൈ? ഒരു മെയിൻ വോൾട്ടേജ് AC ഇൻപുട്ട് എടുത്ത് അത് കുറഞ്ഞ വോൾട്ടേജ് DC ഔട്ട്പുട്ടിലേക്ക് പരിവർത്തനം ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ തത്വം. SMPS എന്ന് ചിലപ്പോൾ ചോദിക്കും, ഞങ്ങളാരും SMPS കണ്ടിട്ടില്ലല്ലോ എന്ന്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിനായി ഇതൊരു SMPS ആണ്. ഇത് നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ മൊബൈൽ ചാർജർ എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ ഉള്ളിലുള്ള സർക്യൂട്ടാണ് SMPS. മറ്റൊരു ഉദാഹരണം, ഇത് ലാപ്ടോപ്പ് ചാർജർ. ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ ലാപ്ടോപ്പ് ചാർജർ എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ ഉള്ളിലും SMPS സർക്യൂട്ട് ബോർഡാണ് ഇരിക്കുന്നത്. ഇനി നമ്മുടെ വീട്ടിലുള്ള TV കാണുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സെറ്റപ്പ് ബോക്സിന് ഉപയോഗിക്കുന്ന ഒരു ചാർജർ എന്ന് പറയാൻ പറ്റില്ല, ഇതിന് അഡോപ്റ്റർ എന്ന് പറയാം. കാരണം അത് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇതിനുള്ളിലിരിക്കുന്നതും SMPS ആണ്. ഇതും 12 വോൾട്ടിൻ്റെ SMPS ഉണ്ട്, 9 വോൾട്ടിൻ്റെ SMPS ഉണ്ട്, 5 വോൾട്ടിൻ്റെ SMPS ഉണ്ട്. ഇതിൻ്റെ എല്ലാം ഉള്ളിലിരിക്കുന്ന സർക്യൂട്ട് ബോർഡുകളാണ് SMPS. ചെറിയൊരു അറിവ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കട്ടെ. നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഉപകരണമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, മൊബൈൽ ചാർജർ. ഈ മൊബൈൽ ചാർജറിനെ കുറിച്ച് തന്നെ സാധാരണ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മൊബൈൽ ചാർജിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഒരു 10 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ 8 പേര് പറയും, 2 പേര് പറയത്തില്ല. ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് 5 വോൾട്ടാണ്. ഇൻപുട്ട് വോൾട്ട് ഇതാണ് കറണ്ട് കൊടുക്കുന്നത്. 230 വോൾട്ടേജ് സ്റ്റാൻഡേർഡ് വോൾട്ട് AC നമ്മൾ കൊടുക്കുന്നു. ഇതിൻ്റെ ഔട്ട്പുട്ട് DC ഇവിടെ വരുന്നു. ഇത് 5 വോൾട്ടിലാണ് നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യുന്നത്. ഇനി മൊബൈൽ ചാർജർ തന്നെ വ്യത്യസ്തങ്ങളായ പല മോഡലുകളുണ്ട്. മൊബൈൽ ചാർജർ തന്നെ 5 വാട്ട് മുതൽ 140 വാട്ട് വരെയുണ്ട്. സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 5 വാട്ട് മുതൽ 10 വാട്ട് വരെയാണ് നമ്മുടെ സാധാരണ ഫോണിന് യൂസ് ചെയ്യുന്നത്. അത് 5 വോൾട്ട്, 1 ആംപിയർ, 2 ആംപിയർ. അതിൻ്റെ ഡിഫറൻറ്റ് മോഡൽ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് 5 വാട്ടിൻ്റെ ഉണ്ട്, 12 വാട്ടിൻ്റെ ഉണ്ട്, 18 വാട്ടിൻ്റെ ഉണ്ട്, 20 വാട്ടിൻ്റെ ഉണ്ട്, 30 വാട്ടിൻ്റെ ഉണ്ട്, 45 വാട്ടിൻ്റെ ഉണ്ട്, 65 വാട്ടിൻ്റെ ഉണ്ട്, 100 വാട്ടുണ്ട്, ലാസ്റ്റ് 140 വാട്ടിൻ്റെ വരെയുണ്ട്. 18 to 25 വാട്ട് സാധാരണ ആൻഡ്രോയിഡ് ഫോണിനും ഐഫോണിനെല്ലാം യൂസ് ചെയ്യും. 30 മുതൽ 45 വാട്ട് വരെ ആൻഡ്രോയിഡും ഐഫോണിനും ആണെങ്കിൽ 80 വാട്ട് മുതൽ 45 വാട്ട് വരെ ഫാസ്റ്റ് ചാർജിങ്. അത് കഴിഞ്ഞ് അൾട്രാ ഫാസ്റ്റ് ചാർജറിനാണ് 65 വാട്ട് മുതൽ 140 വാട്ട് വരെ യൂസ് ചെയ്യുന്നത്. അതുപോലെ ലാപ്ടോപ്പ് ചാർജറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്കൊരു തപ്പലുണ്ടാകും. ഇതെല്ലാം ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ടെക്നിക്കലായിട്ട് ഇച്ചിരി അറിഞ്ഞിരിക്കണമല്ലോ. ലാപ്ടോപ്പ് ചാർജറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 19.5 DC വോൾട്ടേജാണ്. അത് 18 വോൾട്ടേജ് വരാം, 19 വോൾട്ട്, 19.5, 20, 21 വോൾട്ട് വരെ. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 19.5 വോൾട്ടേജാണ് ലാപ്ടോപ്പിൻ്റെ ഔട്ട്പുട്ട് ചാർജർ. മൊബൈൽ ചാർജിൻ്റെ ഉള്ളിലത്തെ ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ചിലർ ഓപ്പൺ ചെയ്ത് കണ്ടിട്ടുണ്ടാകും. കണ്ടിട്ടില്ലാത്തവർ മനസ്സിലാക്കുക, ഇതാണ് ഒരു മൊബൈൽ ചാർജർ. മൊബൈൽ ചാർജിൻ്റെ ഉള്ളിലത്തെ SMPS എന്ന് പറയുന്നതാണ്. ഇത് 20 വാട്ടിൻ്റെ ഒരു മൊബൈൽ ചാർജറാണ്. ഈ സർക്യൂട്ട് ബോർഡിനാണ് SMPS എന്ന് പറയുന്നത്. ഇതിൽ നമ്മളിവിടെ ഇൻപുട്ട് കൊടുക്കുന്നു, ഇവിടെ ഔട്ട്പുട്ട് USB സ്പോട്ടിൽ നിന്ന് 5 വോൾട്ട് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നു മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇത് ഒരു SMPS ആണ്. ഇത് നമ്മുടെ സെറ്റപ്പ് ബോക്സ് യൂസ് ചെയ്യുന്ന അഡോപ്റ്റർ എന്ന് പറഞ്ഞില്ലേ, അതിനകത്തുള്ള ഒരു SMPS പവർ സപ്ലൈ യൂണിറ്റ് ആണ്. മുൻകാലങ്ങളിൽ
പവർ കൺവെർഷൻ്റെ ഒരു ലീനിയർ രീതിയിലാണ് പരിവർത്തന ചുമതല നിർവഹിച്ചത്. ലീനിയർ പവർ സപ്ലൈകൾക്ക് സാധാരണയായി അനലോഗ് ലീനിയർ റെഗുലേഷൻ സർക്യൂട്ടിലുള്ള ഭാരമേറിയതും വലുതുമായ ട്രാൻസ്ഫോർമർ ഉണ്ടായിരുന്നു. ശരാശരി കൺവേർഷൻ കാര്യക്ഷമത 65% താഴെയായിരുന്നു. ഇതിനാൽ ട്രാൻസ്ഫോർമറുകൾ വലിയ തോതിൽ മാലിന്യ താപം സൃഷ്ടിക്കുന്നു. ഈ താപം വിസർജനം ആവശ്യമാണ്. പച്ച മലയാളത്തിൽ പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. താരതമ്യപ്പെടുത്തുമ്പോൾ SMPS ഒതുക്കമുള്ളതും ഊർജ്ജക്ഷമത സാധാരണയായി 85% മികച്ചതും ഭാരം കുറഞ്ഞതുമാണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ചാർജറെല്ലാം ആണെങ്കിൽ നമുക്ക് കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. ലാപ്ടോപ്പ് ചാർജറിലാണ് എളുപ്പമാണ്. പഴയ കാലത്തെ സപ്ലൈ ട്രാൻസ്ഫോമറാണെങ്കിൽ നമ്മൾ ഈ ഭാരമേറിയ സാധനം എടുത്തുവിട്ടുകൊണ്ട് നമ്മൾ കൊണ്ടുപോകണം. അത് വളരെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ ടെക്നോളജി ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോഴല്ല, വന്നിട്ട് ഒരുപാട് കാലങ്ങളായി. SMPS ട്രാൻസ്ഫോർമർ ഗണ്യമായി ചെറുതായിരിക്കും. 50 മുതൽ 60 ഹെർട്സ് വരെയുള്ള മെയിൻ ഫ്രീക്വൻസിയിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് കിലോ ഹെർട്സ് മുതൽ നിരവധി മെഗാഹെർട്സ് വരെ നീളുന്ന ഉയർന്ന സ്വിച്ചിങ് നിരക്കിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഒരു SMPSൻ്റെ മികച്ച കാര്യക്ഷമതയ്ക്കുള്ള കാരണം അതിൻ്റെ സ്ഥിരമായ ഇൻപുട്ട് ടു ഔട്ട്പുട്ട് സ്വിച്ചിങ് ആണ്. ഇത് അധിക വൈദ്യുതി താപമായി പാഴാക്കുന്നത് തടയുന്നു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ട്രാൻസ്ഫോമർ ആണെങ്കിൽ അധിക താപം വിസർജിക്കപ്പെടുന്നു എന്ന് പറഞ്ഞല്ലോ. സ്വിച്ച് മോഡ് പവർ സപ്ലൈയിൽ ഈ സ്വിച്ചിങ് പ്രോസസ്സിംഗ് ഉള്ളതുകൊണ്ട് അധിക വൈദ്യുതി താപമായി പാഴാക്കുന്നില്ല. ഒരു SMPS സർക്യൂട്ടിൻ്റെ വോൾട്ടേജുകൾ സ്വിച്ചിങ് വഴി പ്രവർത്തിക്കുന്നതിനാൽ തുടർച്ചയായി ചാഞ്ചാടുന്നു. സ്വിച്ചിങ് ഉപകരണം പ്രവർത്തിക്കാൻ കട്ട് ഓഫ് അല്ലെങ്കിൽ സാച്ചുറേഷൻ മോഡ് ഉപയോഗിക്കുന്നു. ഫീഡ്ബാക്ക് സർക്യൂട്ടറിയുടെ സ്വിച്ചിങ് സമയം ഔട്ട്പുട്ട് വോൾട്ടേജിനെ നിയന്ത്രിക്കുന്നു. സ്വിച്ചിങ് സമയം മാറ്റുന്നതിനായി ഡ്യൂട്ടി സൈക്കിൾ ക്രമീകരണങ്ങൾ നടത്തുന്നു. ഇതൊക്കെ ഇതിൻ്റെ പ്രവർത്തന തത്വങ്ങളാണ് പറഞ്ഞത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആവശ്യം നമ്മൾക്കില്ല. ഞാനിന്ന് പരിചയപ്പെടുത്താനും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്. മൊബൈൽ ചാർജറിൻ്റെ SMPS കുറച്ചുകൂടെ അടുത്ത് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ. ഇതാണ് മൊബൈൽ ചാർജറിൻ്റെ SMPS. ബോർഡിൻ്റെ ബാക്ക് സൈഡാണ്. ഇറർ ആംപ്ലിഫയറും ഫ്ലൈ ബാക്ക് സർക്യൂട്ടെല്ലാമാണ് ഈ കാണുന്നത്. റെക്ടിഫയർ ഡയോഡ്, റെസിസ്റ്റർ എല്ലാം SMD കമ്പോണൻസ് ആണ്. ചെറിയ ബോർഡ് ആയതുകൊണ്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 12 വോൾട്ടിൻ്റെ ഒരു അഡോപ്റ്റർ. ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. ഇത് കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു SMPS ആണ്. ക്രൗൺ ആംപ്ലിഫയറിൻ്റെ ഒരു SMPS ആണ്. ഇതിന് മൾട്ടി ഔട്ട്പുട്ട് എടുക്കുന്നതാണ്. DC ഔട്ട്പുട്ട് വോൾട്ടേജ് വന്നിട്ട് -15 വോൾട്ട്, +15 വോൾട്ട്, +5 വോൾട്ട് ഗ്രൗണ്ട് 3 ഔട്ട്പുട്ടുകൾ എടുക്കുന്ന ഒരു SMPS ആണിത്. ഇതെല്ലാം SMPS പവർ സപ്ലൈകളാണ്. നമ്മളുടെ ഡെയിലി ജീവിതത്തിൽ നമ്മൾ എന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഉദാഹരണത്തിന് നമ്മുടെ TV കാണണമെങ്കിൽ അതിനകത്തുണ്ടൊരു SMPS പവർ സപ്ലൈ. നമ്മുടെ വാട്ടർ പ്യൂരിഫയർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്തുണ്ടൊരു SMPS. നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ചാർജർ SMPS ഞാൻ മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്ത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് മെയിൻ AC-യിൽ നിന്ന് DC-യിലേക്ക് കൺവേർട്ട് ചെയ്ത് അത് പ്രവർത്തനക്ഷമമാക്കാൻ ഒരു പവർ സപ്ലൈ യൂണിറ്റ് അത്യന്താപേക്ഷിതമാണ്. ആ പവർ സപ്ലൈ യൂണിറ്റിനെയാണ് SMPS എന്ന് പറയുന്നത്. ഒരു ചെറിയ SMPS വർക്കാകാതിരുന്നാലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഈ ബോർഡിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് ഈ SMPSലെ ഫ്യൂസാണ്. ഈ ഫ്യൂസ് എന്തെങ്കിലും കാരണവശാൽ ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഈ ഫ്യൂസ് പോകും. ഈ ഫ്യൂസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തില്ല. അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫ്യൂസ്. ഈ ഫ്യൂസ് ഇതേ സെയിം റേറ്റിങ്ങിൽ കിട്ടിയില്ലെങ്കിൽ ഇതിന് പാരലലായിട്ട് അടിയിൽ നമുക്ക് ഒരു ചെറിയ വയറിൻ്റെ സ്റ്റാൻസ് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ സർക്യൂട്ട് വർക്കാവും. അത് ടെക്നീഷ്യന്മാർക്ക് മാത്രമേ അറിയുകയുള്ളൂ. സാധാരണപ്പെട്ട ആരും അതിന് ട്രൈ ചെയ്യാൻ നോക്കരുത്. ഈ ഫ്യൂസ് പോകുന്നതിന് റീസണായിട്ട് ഇവിടെ ഒരു VDR ഇട്ടിട്ടുണ്ട്. ഈ VDR എന്തിന് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ എന്ന് പറയും. ഇത്
275 വോൾട്ടിൽ കൂടുതൽ ഈ ലൈനിൽ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ സാധാരണ 230 വോൾട്ടേജാണ് ലൈനിലുള്ളത്, അത് ചിലപ്പോൾ സർജ് വോൾട്ടേജ് ചിലപ്പം കറണ്ട് പോയിട്ട് കയറി വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ വോൾട്ടേജ് അധികമായിട്ട് 275 മേലെ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഇത് ഷോർട്ടായി നമ്മുടെ ഈ സർക്യൂട്ടൊന്നും പോകാതെ ഇത് നമ്മളെ സംരക്ഷിക്കുന്നു. ഈ VDR ഇത് ഷോർട്ടാകുന്ന ഉടനെ തന്നെ ഈ ഫ്യൂസ് അങ്ങ് പോകും. അന്നേരം ഇവിടെയുള്ള മറ്റ് കമ്പോണൻസുകളൊന്നും ഡാമേജ് ആകത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ VDR യൂസ് ചെയ്യുന്നത്. ഈ VDR യൂസ് ചെയ്യുന്ന എല്ലാ സർക്യൂട്ടിലും കാണത്തില്ല. പഴയ കാലത്തെല്ലാം എല്ലാ സർക്യൂട്ടിലും VDR യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചിലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി VDR അവർ ഉപയോഗിക്കത്തില്ല. ഇത് VDR, ഇത് ലൈൻ ഫിൽറ്റർ കപ്പാസിറ്റർ, ഇത് ലൈൻ ഫിൽറ്റർ കോയിൽ, ഇത് റെക്ടിഫയർ ഡയോഡ്, ഇത് മെയിൻ ഫിൽറ്റർ, ഇത് സ്വിച്ചിങ് കമ്പോണൻ്റാണ്. സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ SMPSൻ്റെ മെയിൻ തത്വം ഇതിലാണ്. സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ സ്വിച്ചിങ് മോസ്ഫെറ്റ് അല്ലെങ്കിൽ സ്വിച്ചിങ് IGBT ഒക്കെ ഈ സർക്യൂട്ടിൽ യൂസ് ചെയ്യും. ഇത് ഒരു സ്വിച്ചിങ് മോസ്ഫെറ്റാണ്. ഇത് മെയിൻ ഫിൽറ്റർ. ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ ഹൈ വോൾട്ടേജ് വന്നിട്ട് ഈ മെയിൻ ഫിൽറ്റർ ഇപ്പം നല്ല ലെവലായിട്ടിരിക്കുന്നുണ്ട്, ഇവിടെ ഇച്ചിരി ബൾജായിരുന്നു കഴിഞ്ഞാൽ ഈ മെയിൻ ഫിൽറ്റർ പോയി എന്നുള്ളതാണ്. ഔട്ട്പുട്ടിൽ ഇൻഡിക്കേറ്റർ വരുന്നില്ലെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് വർക്കാകുന്നില്ല. അപ്പോൾ ഇത് ഫ്യൂസ് പോയിട്ടുണ്ടോ എന്താണെന്നുള്ളത് അഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇതെല്ലാം ഈ സർക്യൂട്ടുകൾ ഷെയ്ക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് സിലിക്കൺ പേസ്റ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നതാണ്. സപ്പോസ് ഒന്ന് താഴെ വീണ് കഴിഞ്ഞാലും കമ്പോണൻസ് ഒന്നും ഇളകരുത്. അതിന് വേണ്ടിയിട്ടാണ് സിലിക്കൺ പേസ്റ്റ് ഇതിനകത്ത് ഫില്ല് ചെയ്തത്. ഇത് ഒപ്റ്റോ കപ്ലയർ, ഇത് ഔട്ട്പുട്ട് ഫിൽറ്റർ, ഇത് ഔട്ട്പുട്ട് റെക്ടിഫയർ, ഔട്ട്പുട്ട് ഡയോഡ്, ഇത് SMPS ചോപ്പർ. ഇനി ഇതിൻ്റെ ഇറർ ആംപ്ലിഫയർ IC എല്ലാം ബാക്ക് സൈഡിൽ, ഇതെല്ലാം SMD ആണ്. കപ്പാസിറ്റർ, റെസിസ്റ്റർ എല്ലാമാണ്. ഇതാണ് ഒരു SMPSൻ്റെ ഷോർട്ടായിട്ട് നിങ്ങൾക്കത് വിവരിച്ചു തരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള മറ്റ് വീഡിയോകൾ ഇനിയും ഞാൻ തയ്യാറാക്കി ഇടുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. അവിയൽ ഡയറീസിന് വേണ്ടിയിട്ട് ജയപ്രകാശ്.